നമ്മുടെ ചുറ്റുമുള്ളവരില് ചിലരെങ്കിലും പറയും അത് പെണ്ണുങ്ങളെ കൊണ്ട് പറ്റില്ലാന്ന്. അങ്ങനെയല്ല, എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ സ്റ്റെപ്പ്, അവരുടെ സിഗ്നേച്ചർ പതിക്കുന്ന കാലാണ്. ഒന്നും സ്ത്രീകൾക്ക് അസാധ്യമല്ല അല്ലേ? ഒരു വിയോജിപ്പില്ല. ശരി, അങ്ങനെ ഒരു കാലാണിത്. പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ചുമട്ടുതൊഴിൽ മേഖലയിലേക്ക് തൃശൂർ സ്വദേശി ലക്ഷ്മി ജിനേഷ് കടന്നു വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. 2 വർഷം മുമ്പത്തെ വാർത്താ താരം ഇന്നും അഭിമാനത്തോടെ ചുമടെടുക്കുകയാണ്. ഭർത്താവിന്റെ മരണം, കടബാധ്യത, 3 കുട്ടികളുടെ പഠനവും ചെലവും, ജീവിതത്തിൽ നേരിട്ട തിരിച്ചടിയിൽ ലക്ഷ്മി പകച്ചു നിന്നില്ല. മനസ്സിനെ പാകപ്പെടുത്തി ഭർത്താവ് ജിനേഷ് കുടുംബം പോറ്റാൻ ചെയ്തിരുന്ന തൊഴിൽ അഭിമാനത്തോടെ ഏറ്റെടുത്തു. ഇന്നും യൂണിഫോം അണിഞ്ഞ് ചുമടെടുക്കുകയാണ് ലക്ഷ്മി ജിനേഷ്. അതായത് എൻ്റെ ഭർത്താവ് മരിച്ചു, ഞാൻ വീട്ടുപണിക്ക് പോയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ വർക്കാണിത്. ഇപ്പം നമ്മുടെ മുന്നിൽ വേറൊരു വഴിയൊന്നും ഇല്ലാണ്ടായപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. പിന്നെ പാർട്ടിയുടെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ പണിയെടുക്കുന്ന ചേട്ടന്മാരെ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഭർത്താവ് മരിച്ച ഒഴിവിൽ ഭാര്യമാർക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ മേഖലകളും പെണ്ണുങ്ങൾ തിളങ്ങി നിൽക്കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ജോലിയും കൂടി ചെയ്ത് നോക്കാം. നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ലാണ്ടാവുമ്പോൾ നമുക്ക് കിട്ടണ വഴി നമ്മളത് പരിശീലനമാക്കി എടുക്കുമല്ലോ. അങ്ങനെയാണ് ഈ മേഖല തിരഞ്ഞെടുത്തത്. ഇപ്പം ഈ പണിക്ക് വന്നു തുടങ്ങിയിട്ട് 2 കൊല്ലമാവണു. കൂടെ 8 ആൾ പണിയുണ്ട്. CIT പണിയുണ്ട്, INDC പണിയുണ്ട്, BMS. ഞങ്ങൾ 3 പാർട്ടിക്കാരാണ് ഇപ്പോൾ ഇവിടെ പണിയുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പണിത് പോണു. 2 വർഷം മുമ്പാണ് മുളയം കൂട്ടാല സ്വദേശി ലക്ഷ്മി BMSന്റെ ചുമട്ടുതൊഴിലാളി യൂണിയനിൽ ചേരുന്നത്. വനിതകളാരും തന്നെ കടന്നുവരാത്ത സമയം. ഇന്നും സംസ്ഥാനത്ത് BMSന്റെ ഏക വനിതാ ചുമട്ടുതൊഴിലാളിയാണ് ലക്ഷ്മി. ഈ ഭാരമൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഭാരം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പോ അത് പരിചയമായി. വലിയ പേടിയൊക്കെ ഉണ്ടായിരുന്നോ? പേടി ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയാ, മക്കളെ നോക്കണം, ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. തൃശൂർ ടൗൺ 23 B പൂളിലാണ് ജോലി. രാവിലെ 8:30 തുടങ്ങുന്ന ജോലി വൈകിട്ട് 6 മണിയാകും അവസാനിക്കാൻ. പുരുഷന്മാർക്കൊപ്പം ലക്ഷ്മിയും ഒരു മടിയും കൂടാതെ ഏത് ചുമടുമേറ്റും. ഒപ്പം കരുത്തായി സഹപ്രവർത്തകരുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു. രണ്ടു വർഷം മുമ്പ് ലക്ഷ്മി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ സഹപ്രവർത്തകരിൽ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ആണ് ലക്ഷ്മിയെ വാർത്താ താരമാക്കിയത്. വാർത്തയൊക്കെ ആയിരുന്നു അല്ലേ? വാർത്തകൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന BMSന്റെ ചുമട്ടുതൊഴിലാളിയാണ്, കേരളത്തിലെ വനിതയാണ് എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം ഗോപിൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പേപ്പർ വാർത്ത, ക്ലബ് FM. ജോലി പാർട്ടി പറഞ്ഞിട്ട് ഏറ്റെടുക്കുക. ആളുടെ അച്ഛനമ്മയുണ്ട്, അവർക്ക് വയ്യാത്തവരാണ്. പിന്നെ അവരെ നോക്കണം. എൻ്റെ ആള് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യണം. പിന്നെ ഉണ്ണിയാളെ പഠിപ്പിക്കണം. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോള് 9ൽ പഠിക്കണു, രണ്ടാമത്തെ മോള് 7ൽ പഠിക്കണു, മോൻ 4ൽ പഠിക്കണം. 3 കുട്ടികളാണ്. ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താ വെച്ചാൽ ആണുങ്ങൾ ചെയ്യുന്ന പണി പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ അതിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പണിക്ക് വരുന്നു, പണിയെടുക്കണു. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ലെങ്കിലും അഭിമാനത്തോടെ തൊഴിലെടുത്ത ആ പ്രതിസന്ധികളെ മറികടക്കുകയാണ് ഈ പെൺകരുത്ത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. അഭിമാനമാണ്. ലക്ഷ്മി മാതൃകയാവുകയാണ്. അത് പറഞ്ഞതുപോലെ തന്നെ അത്ര എളുപ്പമൊന്നുമല്ല ഈ ചുമട്ട് തൊഴിൽ. ലക്ഷ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അതെ, തീർച്ചയായും. മാത്രമല്ല തൃശ്ശൂർകാരിയാണ്. അങ്ങനെ തന്നെയാണ്. നമുക്കും നല്ല അഭിമാനമുണ്ട്, സ്നേഹം. ലക്ഷ്മിക്ക് ഒരുപാട് സ്നേഹം.